ഹായ് ഫ്രണ്ട്സ്, കേരളത്തിൻ്റെ ഹൃദയമായ ഹരിത സ്വർഗത്തിലേക്ക് സ്വാഗതം. വയനാട്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു മനോഹരമായ റിസോർട്ടിൻ്റെ അകത്തേക്കാണ്. കുടുംബത്തോടൊപ്പം എല്ലാവർക്കും നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന മനോഹരമായൊരു റിസോർട്ട്. നല്ല പ്രീമിയം സ്റ്റാൻഡേർഡിൽ മെയിൻറ്റെയിൻ ചെയ്തു വെച്ചിരിക്കുന്ന കോട്ടേജുകളും നല്ല പ്രൈവറ്റ് വില്ലകളുമുള്ള ഒരു അടിപൊളി റിസോർട്ട് തന്നെ. മേരിലാൻഡ് ഹോളിഡേ റിസോർട്ട്സ് എന്നാണ് ഇതിന്റെ പേര്. വയനാട് മുട്ടിൽ ടൗണിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ സഞ്ചരിച്ച് കൊളവയിൽ എന്ന പ്രദേശത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ കുടുംബമായിട്ടാണ് പോയത്. ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തമായി കാണിച്ചു തന്ന ശേഷം ഇവിടുത്തെ വിലയെപ്പറ്റിയും ബുക്കിങ്ങിനുള്ള മാർഗങ്ങളെപ്പറ്റിയും അവസാനം പറയാം. ഈ വഴി നേരെ കയറി ചെന്നു പോയാൽ അവിടെ കാർ പാർക്ക് ചെയ്യാനുള്ള വിശാലമായ സൗകര്യമുണ്ട്. അത് കഴിഞ്ഞ് നമുക്കവിടെ രജിസ്ട്രേഷൻ സൗകര്യങ്ങളൊക്കെ ചെയ്ത് നേരെ അകത്തോട്ട് കയറാം. പാർക്കിങ്ങിന്റെ അടുത്തു തന്നെയാണ് റിസപ്ഷൻ വരുന്നത്. ഞങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നതിനാൽ റിസപ്ഷനിലേക്ക് പോവേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഇതാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രി. വളരെ മനോഹരമായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ടണൽ. ആ ടണലിലേക്ക് അങ്ങനെ കയറി ചെന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തിച്ചെല്ലുന്നത് മനോഹരമായൊരു ഉദ്യാനത്തിലേക്കാണ്. താഴെ പൂളുണ്ട്, പബ്ലിക് പൂളാണ്. നമ്മൾ അങ്ങോട്ട് പോയില്ല, നമ്മൾ നേരെ നമ്മുടെ കോട്ടേജിലേക്കാണ് പോകുന്നത്. നമ്മുടെ കോട്ടേജ് വരുന്നത് ഇവിടെ കാണുന്ന ഇവിടെ ഒരു പ്രൈവറ്റ് പൂൾ വില്ലയുണ്ട് ആദ്യം. എന്നാൽ അപ്പുറത്തുള്ള ആ പച്ച പ്രൈവറ്റ് പൂൾ വില്ലയാണ് നമ്മുടെ കോട്ടേജ്. നേരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. നേരെ കയറി ചെല്ലുമ്പോൾ നല്ലൊരു ഇംപ്രഷൻ തരുന്ന ഒരു എൻട്രൻസിൽ തന്നെ ഈ ഒരു പ്രൈവറ്റ് പൂൾ. നമുക്ക് പൂളിലേക്ക് വിശദമായി പിന്നെ വരാം. ഞാൻ പിന്നെ നേരെ റൂമിലേക്ക് കയറുകയാണ് ഉണ്ടായത്. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന റൂം. അവിടുത്തെ പ്രകൃതിക്കും ആ ഒരു കുളിർമക്കും വളരെ യോജിക്കുന്ന രീതിയിലാണ് ആ ഒരു റൂമിന്റെ കളറും മറ്റു സൗകര്യങ്ങളും ഉണ്ടായിരുന്നത്. കട്ടിലിന്റെ ഇരുവശത്തും ഈ ഒരു എക്സ്ട്രാ സൗകര്യം വരുന്നത് വളരെ ഉപകാരപ്രദമാണ്. അത് പിന്നീടുള്ള താമസത്തിലാണ് നമുക്ക് മനസ്സിലായത്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളപ്പോൾ. സൈഡിൽ നല്ല അടിപൊളി 2 സോഫകളുണ്ട്. വാഷ്റൂമിൽ കയറി നോക്കി പറയാതിരിക്കാൻ വയ്യ. വളരെ വൃത്തിയായി മനോഹരമായി ഈ ഒരു വാഷ്റൂം ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഷവർ നല്ലൊരു അട്രാക്ഷനായി എനിക്ക് തോന്നി. അതേപോലെ വാഷ്റൂമിൽ കർട്ടനോട് കൂടിയുള്ള ഒരു വിൻഡോയുണ്ട്. മാത്രമല്ല നല്ല മനോഹരമായ ഡിസൈനും കൂടിയാണ്. പിന്നെ റൂമിലേക്ക് വന്നാൽ മൊത്തം വൃത്താകൃതിയിലുള്ളതാണ് ഈ ഒരു കോട്ടേജ്. അതിനനുസരിച്ച് വളരെ മനോഹരമായി സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് റൂമിലെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടിവിയും ഒരു ബീൻ ബാഗും അവിടെയുണ്ട്. പുറത്തുള്ള ഈ ഒരു പ്രൈവറ്റ് പൂൾ ഓപ്പൺ റൂഫാണ്. ചിലയിടങ്ങളിൽ പ്രൈവറ്റ് പൂളിന് റൂഫ് ഉണ്ടാകാറുണ്ട്. ഞങ്ങൾ ഏതായാലും എത്തിയ ഉടനെ ഭക്ഷണം ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഭക്ഷണം നമ്മൾ പുറത്തു നിന്നാണ് ഓർഡർ ചെയ്യേണ്ടത്. അവിടെ മെനു ഉണ്ട്. കോപ്പർ കിച്ചൺ എന്ന് പറയുന്ന ഒരു ടീമാണ് ഫുഡ് വിതരണം ചെയ്യുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഫുഡ് എത്തുകയുണ്ടായി. കൂടെ ഫലൂഡയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിരുന്നു. വളരെ ടേസ്റ്റിയായ ഫുഡായിരുന്നു. നല്ല ക്വാളിറ്റി പാക്കിങ്ങും നല്ല പ്രീമിയം ലെവലിൽ തന്നെയാണ് ഈ ഒരു ഫുഡ് ഇവിടെ സെർവ് ചെയ്യപ്പെട്ടത്. നമ്മുടെ കോട്ടേജിലേക്ക് തന്നെ ഫുഡ് എത്തി. ഫുഡ് കഴിച്ച ശേഷം ഞങ്ങൾ നേരെ പൂളിലേക്ക് ഇറങ്ങി. പ്രൈവറ്റ് പൂളിൽ ആ കുട്ടികൾക്കായുള്ള സെറ്റപ്പ് എന്റെ മോൾക്ക് വല്ലാതെ പിടിച്ചു. അവൾ വളരെ നേരം അവിടെ കളിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ കുടുംബമായി കുറച്ചു നേരം പൂളിൽ സ്പെൻഡ് ചെയ്തു. പൂള് താരതമ്യേന ചെറുതാണ്. ഒരു 2 പേർ 3 പേർക്കൊക്കെ കയറി കുളിക്കാം. അതിൽ കൂടുതൽ ആൾക്കാർക്ക് കുളിക്കുന്നത് നമുക്ക് റഷ്യായി ഫീൽ ചെയ്യും. മാത്രമല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹൈറ്റ് ആണ് ഈ ഒരു പൂളിനുള്ളത്. ഒരു വലിയ ആഴം പൂളിനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആസ്വദിച്ച് അവിടെ കുളിക്കാൻ പറ്റി. ഏറ്റവും കൂടുതൽ ഇത് ആസ്വദിച്ചത് എന്റെ മോളാണെന്ന് തോന്നി. നമ്മൾ കുടുംബമായിട്ട് കുട്ടികളോടൊപ്പം പോവുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം കുട്ടികൾക്കായുള്ള ആ ഒരു പൂൾ ഓപ്ഷൻ വളരെ കംഫർട്ടായി കുട്ടികൾക്ക് ഫീൽ ചെയ്യും. ഞാൻ ഉദ്ദേശിച്ചത് ഒരു 3-4 വയസ്സൊക്കെയുള്ള കുട്ടികൾക്കാണ്. അതിലും വലിയ കുട്ടികളാണെങ്കിൽ അത് കുറച്ച് ചെറുതായി തോന്നാൻ സാധ്യതയുണ്ട്. ഏതായാലും കുറെ അധികം നേരം പൂളിൽ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ മെല്ലെ കയറി. പിന്നെ രാത്രി ഇവിടെ നിന്നും ഒരു സ്പെഷ്യൽ സൂപ്പ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയ ഒരു ചിക്കൻ സൂപ്പ് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടെ എടുത്തു പറയാൻ തോന്നുന്നത് ഇവരുടെ ഒരു സർവീസ് മനോഭാവമാണ്. അതേപോലെ സർവീസിനായി വരുന്ന സ്റ്റാഫുകളും വളരെ നല്ലൊരു പെരുമാറ്റമായിരുന്നു. അങ്ങനെ അന്നത്തെ താമസത്തിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി കാണാൻ
കാണാൻ ഇറങ്ങി. ഞങ്ങളുടെ റൂമിൽ നിന്നിറങ്ങി ഇങ്ങനെ പോകുമ്പോൾ ആദ്യം തന്നെ മറ്റൊരു പൂൾ വില്ലയായി ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു പൂൾ വില്ല കിട്ടുന്നുണ്ട്. ഇവിടെയും അകത്ത് പൂളുണ്ട്. ഇവിടെ ഈ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന നടപ്പാത വളരെ മനോഹരമായി തോന്നി. അങ്ങനെ നടന്ന് റിസോർട്ടിന്റെ ഈ ഒരു മെയിൻ ഏരിയയിലേക്ക് ഞങ്ങൾ വന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചുറ്റിനും നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ്. റിസോർട്ടിലെ കോട്ടേജുകളും മറ്റു കാര്യങ്ങളും സ്വിമ്മിംഗ് പൂളും ഒക്കെ കാണാം. ഇനി നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഈ കോയ് ഫിഷുകൾ അടങ്ങിയിരിക്കുന്ന ഈ ഒരു കുളത്തിന് ക്രോസ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പാലം നല്ലൊരു ഫോട്ടോ സ്പോട്ടാണ്. ഇവിടെ മരങ്ങളിൽ ചില ഫ്രൂട്ട്സ് ഒക്കെ കണ്ടു. ഈ ഒരു ഫ്രൂട്ട് ഏതാണെന്ന് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഞങ്ങൾ അത്യാവശ്യം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പിന്നെ നേരെ പൂളിന്റെ അടുത്തേക്ക് നീങ്ങി. വിശാലമായ പൂളാണ്. എല്ലാ കോട്ടേജിലുള്ളവർക്കും ഇവിടെ വന്ന് കുളിക്കാം. വെള്ളമൊക്കെ നല്ല വൃത്തിയുള്ളതായിരുന്നു. നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പൂളിന് ഇരുവശത്തും ഇരിക്കാനുള്ള സെറ്റപ്പുകളും ഉണ്ട്. കൂടാതെ ഇതൊരു നല്ല ഫോട്ടോ ഫ്രെയിം കൂടിയാണ്. പൂളിന്റെ ഒരു വശത്ത് നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. പൂളിന്റെ സൈഡിലുള്ള ഈ ഒരു പ്ലേ ഏരിയയിൽ ഒരുപാട് ഗെയിം ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. ക്യാരംസ്, ചെസ്, അതുപോലുള്ള മറ്റു ഗെയിമുകളും കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആയി കണ്ടു. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോട് കൂടിയുള്ള ഒരു വലിയൊരു സ്പീക്കറും അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ അതിൽ കണക്ട് ചെയ്ത് പാട്ടുകളൊക്കെ വെച്ച് ആസ്വദിച്ച് ഇവിടെ ഇരിക്കാവുന്നതായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനുള്ള അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഒരു കോയ് ഫിഷ് പോണ്ടിനടുത്തായി കണ്ട ബട്ടർ ഫ്രൂട്ട് മരത്തിൽ ഒരുപാട് ബട്ടർ ഫ്രൂട്ടുകൾ ഉണ്ടായിരുന്നു. കുളത്തിൽ 1-2 ബട്ടർ ഫ്രൂട്ടുകൾ വീണു കിടക്കുന്നത് കണ്ടാണ് അത് ശ്രദ്ധിച്ചത്. ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് പോകുമ്പോൾ ഓണർ കുറച്ച് ബട്ടർ ഫ്രൂട്ടുകൾ ഞങ്ങൾക്ക് തന്നിരുന്നു. ഈ ഒരു ടണൽ നല്ലൊരു ഫോട്ടോ സ്പോട്ട് കൂടിയാണ്. നല്ല മനോഹരമായ ഫോട്ടോകൾ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി. നടത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് ശബ്ദം കേട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു സ്റ്റാഫ് ജ്യൂസ് വെച്ച് പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു വാട്ടർ മെലൺ ജ്യൂസ് ആയിരുന്നു. ഏതാനും സമയത്തിനകം ബ്രേക്ക്ഫാസ്റ്റ് എത്തി. പൂരിയും ദോശയുമായിരുന്നു പ്രധാന വിഭവങ്ങൾ. ബോയിൽഡ് എഗ് ഉണ്ടായിരുന്നു. കൂടാതെ ഞങ്ങൾ ആവശ്യപ്പെട്ട പോലെ ചായയും കോഫിയും ഉണ്ടായിരുന്നു. കുഞ്ഞിനായി പാലും സെപ്പറേറ്റ് 3 ഫ്ലാസ്കിലായി ഈ കാര്യങ്ങൾ എത്തിച്ചു തന്നു. പറയാതിരിക്കാനാവില്ല, ഫുഡ് വളരെ ടേസ്റ്റി ആയിരുന്നു. ഫുഡ് ആവശ്യത്തിലധികം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് കഴിച്ചു തീർക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ആദ്യം ശങ്കിച്ചിരുന്നു. എന്നാൽ ഞങ്ങൾ ആ ഒരു ടേസ്റ്റ് കാരണം മുഴുവൻ ഫുഡും ഞങ്ങൾ കഴിച്ചു തീർത്തു. ഏതായാലും എന്താഗ്രഹിച്ചാണോ ഞങ്ങൾ ഇവിടെ വന്നത് അത് ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയുണ്ടായി. നല്ല പ്രൈവസിയോടുകൂടി മറ്റൊരു ബുദ്ധിമുട്ടുമില്ലാതെ മനോഹരമായി ഈ ഒരു ദിവസം ഞങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ഈ ഒരു പ്രൈവറ്റ് പൂൾ വില്ലക്ക് 8000 രൂപയാണ് ചാർജ് ചെയ്തത്. എന്നാൽ വില അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതേപോലെ ഞങ്ങൾ ചെറിയൊരു ഗ്രൂപ്പായിരുന്നു. നിങ്ങളുടെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് വിലയിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നേക്കാം. അതിൽ കുറയാനും കൂടാനും സാധ്യതയുണ്ട്. 5000 രൂപ മുതൽ ഇവിടെ കോട്ടേജുകൾ അവൈലബിൾ ആണ്. വിളിച്ച് ബുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ തരാം. വിളിച്ചു ചോദിച്ചാൽ അന്നന്നത്തെ വില അറിയാവുന്നതാണ്. നമ്മുടെ ഗ്രൂപ്പിൽ ആൾക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഒക്കെ അവരോട് സംസാരിച്ച് അവരത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് തരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും എനിക്കിതൊരു വേർത്തി സ്റ്റേ ആയിട്ടാണ് അനുഭവപ്പെട്ടത്. ഇവിടുത്തെ സ്റ്റാഫിന്റെയും ഓണറുടെയും ഒക്കെ പെരുമാറ്റം വളരെ നല്ലതായിരുന്നു. എടുത്തു പറയേണ്ടത് ഇവിടുത്തെ പ്രൈവസിയാണ്. പ്രത്യേകിച്ച് ഞങ്ങളെടുത്ത ഈ ഒരു കോട്ടേജിൽ ഇതൊരു അറ്റമായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പ്രൈവസി ഇവിടെ ലഭിച്ചു. അങ്ങനെ ഉച്ചയോടെ ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തിറങ്ങി. ഇറങ്ങിയ ശേഷം പ്രോപ്പർട്ടിയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ഞങ്ങൾ ഒരുപാട് ഫോട്ടോ എടുത്തു. ശേഷം ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ.